അമീൻ ഹസൻ, ഇവിടെ ഇവിടെ നേരത്തെ ഉല്ലാസ് ബാബു പറഞ്ഞ ആ കേസിന്റെ ഡീറ്റെയിൽസിൽ ഈ പറയുന്ന മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീരാന്റെ പിതാവിന്റെ സംഘടനയും ഒക്കെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളടക്കം ഏറ്റവും ഒടുവിൽ സർക്കാർ രേഖകൾ പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ 41% ജീവനക്കാർ നായർ ഈഴ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പട്ടികജാതി, പട്ടികവർഗ, വിശ്വകർമ്മ, ബാക്കിയുള്ളവരുടെ മുസ്ലിം വിഭാഗം, ക്രൈസ്തവ വിഭാഗം പോട്ടെ, അതിലും കഴിഞ്ഞിട്ട് ഈ ഹിന്ദു വിഭാഗത്തിൽ തന്നെ ബാക്കിയുള്ളവരുടെ ഈ നായർ ഈഴവ മൈനസ് ബാക്കിയുള്ളവരുടെ കണക്കെടുത്താൽ പരമദയനീയമുണ്ട് അവരുടെ അവസ്ഥ. അതിലേക്ക് ചർച്ച പോയാൽ ഈ പറയുന്ന രീതിയിൽ കാസ്റ്റ് സെൻസസ് വേണോ തുടങ്ങിയ കുറച്ച് വിശാലമായ ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കുന്നതാണോ ഈ തുടങ്ങി വെച്ച ഈ ചർച്ച, അതോ അത് കമ്മ്യൂണൽ ഡിവൈഡിന് കാരണമാകുന്ന ചർച്ചയാണോ ഇത്? അമീൻ ഹസൻ. ആഷ്മി, 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് നവാസ് സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഒരു വല്ലാത്ത വിഷമവും, ഞാൻ ഒരുപക്ഷെ ഇവിടെ നിന്ന് കരഞ്ഞു പോകുമോ എന്ന് ആലോചിച്ച് പോയി. കാരണം ഞങ്ങൾക്കിത് മടുത്തു ആഷ്മി. എത്രയെന്ന് വെച്ചിട്ടാണ് ഈ കണക്ക് പറയുക? മലപ്പുറത്ത് സാധാരണ നോമ്പ് കാലത്ത് ഉച്ചക്കൊരു 2 മണി സമയമായി കഴിഞ്ഞാൽ വിഭവങ്ങളുടെ ഒരു അല്ലാത്ത കാലങ്ങളിലൊന്നും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ മലപ്പുറത്തെ കടകളിൽ നിങ്ങൾക്ക് കിട്ടും. നോമ്പുകാലത്തിന് വേണ്ടിയിട്ടുള്ള, നോമ്പ് സമയത്തേക്കുള്ള, നോമ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിഭവങ്ങളൊക്കെ അടക്കം. ഇത് എത്ര കാലമായി ആളുകൾ ഇങ്ങനെ, ഞങ്ങളിവിടെ ജീവിക്കുകയല്ലേ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ വിശദീകരണങ്ങൾ പറയേണ്ടി വരിക എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മടുപ്പിക്കുന്ന, വല്ലാത്ത, ഞാൻ ഇതൊരു അതിശയോക്തിയിൽ പറയല്ല, എക്സാജറേറ്റ് ചെയ്യല്ല, മടുത്തു പോകുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഞങ്ങളെക്കുറിച്ച് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതേതെങ്കിലും ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രമല്ലല്ലോ ആഷ്മി. മലപ്പുറത്തിൻ്റെ ചരിത്രം, മലബാറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും തീയരുടെയും ദളിതരുടെയും ഒക്കെ സാമൂഹ്യ സ്ഥാനം പരിശോധിച്ചാൽ ഇതൊക്കെ ഒരു ഒറ്റ പിന്നാക്ക സമൂഹമാണ്. ഒരേ രക്തത്തിൽ നിന്ന് പിറന്ന മനുഷ്യരാണ്. ജാതീയമായ വിവേചനങ്ങളിൽ നിന്നുള്ള മോചനം എന്ന നിലയിൽ കൂടി ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ആ തരത്തിലുള്ള ചരിത്രമുള്ള ഈ ജാതീയ വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയായി മാപ്പിള മലബാർ കലാപം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ജാതീയ വിവേചനങ്ങൾക്കെതിരായ പോരാട്ടം കൂടിയായിരുന്നു. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ആ തരത്തിലുള്ള ഏകോദര സഹോദരങ്ങളായി അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നവരാണ് മലപ്പുറത്തെ തീയരും ദളിതരും മുസ്ലിങ്ങളും എന്നൊക്കെ പറയുന്ന സമുദായങ്ങൾ. ആ സമുദായങ്ങൾക്കിടയിൽ വളരെ കൃത്യമായ ഒരു ഭിന്നിപ്പുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഞാനത് വളരെ കൃത്യമായി വിശദീകരിക്കും. അശ്മി, ദയവ് ചെയ്ത് ഇടപെടരുത്, നമുക്ക് അധികം സമയമില്ല. അതായത് പിന്നാക്ക സമൂഹം, ഇപ്പം ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക സംവരണം നടപ്പാക്കിയ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത്. നേരത്തെ അമിത്ഷയെ വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾ സാമ്പത്തിക സംവരണത്തിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമോ എന്ന് ഇടതുപക്ഷം വെല്ലുവിളിച്ചിരുന്നു. അതിൻ്റെ ഇരകളാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈഴവരും മുസ്ലിങ്ങളും ദളിതരും ഒക്കെ. അങ്ങനെ ഒരു സംവരണീയ സമുദായങ്ങൾ എന്ന നിലക്കുള്ള ഒരു ഐക്യബോധം കൊണ്ടുവരേണ്ടുന്ന ഒരു നേതാവ് ഈഴവരുടെയും തീയരുടെയും മനസ്സിൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു വെറുപ്പ് സൃഷ്ടിക്കുക, ആദ്യമേ പിന്നാക്കമായ 2 സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക, ഭരണകൂടത്തിൽ നിന്ന് വിവേചനം നേരിടുന്ന 2 സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക എന്ന സംഘപരിവാറിന്റെ സവർണമായ ഒരു അജണ്ട നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വ്യാജ പ്രചരണം നടത്തുന്നത്. അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നവോത്ഥാന സമിതിയുടെ നായകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴനാണ് കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആദ്യത്തെ പ്രസ്താവനയേക്കാൾ അപകടകരവും വ്യാജങ്ങൾ നിറഞ്ഞതുമായ പ്രസ്താവനയാണ് അദ്ദേഹം വിശദീകരണം എന്ന നിലയിൽ മുസ്ലിം ലീഗിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയത്. അതിനെ ചൂണ്ടിയാണ് അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞല്ലോ എന്നാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പ്രദേശത്തെ ഒന്നാകെ വംശീയമായി അധിക്ഷേപിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു നേതാവിനെതിരെ കലാപത്തിന് ശ്രമിച്ച അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. ഇവിടെ SNDPയുടെ പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ, മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവിൻ്റെ സാദിഖലി തങ്ങളുടെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ മലപ്പുറത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം നടക്കാതെ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് ആക്ഷൻ ഇല്ലാതിരിക്കുക, ഞാൻ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പോലീസ് ആക്ഷൻ ഇല്ലാതിരിക്കുക. ഒരു മന്ത്രി, നേരത്തെ പാലാ ബിഷപ്പ് മുസ്ലിം വിരുദ്ധമായ വിഷലിപ്തമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ VN വാസവനെ അങ്ങോട്ട് പറഞ്ഞയച്ച് അദ്ദേഹം പണ്ഡിതനാണെന്ന് പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സജി ചെറിയാൻ എന്താണ് ഈ ചെയ്യുന്നത്? കേരളത്തിലെ ഒരു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയെ
ഈ വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പറയാൻ വേണ്ടി, അദ്ദേഹം മഹാനാണെന്ന് പറയാൻ വേണ്ടി ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തുന്ന പിണറായി വിജയൻ എന്താണ് ഈ ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയാൻ, അതിന്റെ വസ്തുതാവിരുദ്ധതയെ ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാവാത്തത്? മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് ഒരു വരി ഞാൻ പറയാം അശ്മി. 1/2 ഡസനിലധികം പരാതികൾ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വംശീയ പ്രസ്താവനക്കെതിരെ മലപ്പുറത്തെ SP കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം അനങ്ങാമാറ നയം സ്വീകരിക്കുന്നു, പോലീസ് ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്നു. ഇന്ന് ഹാഷ്മി, ഞാനിപ്പോൾ കൊണ്ടോട്ടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് എയർപോർട്ടിൽ ഒരു സമരം നടക്കുകയാണ്. വഖഫ് ഭേദഗതിക്കെതിരെയാണ് ആ സമരം. വളരെ സമാധാനപരമായ ഒരു സമരമായിരുന്നു. ആ സമരത്തെ അടിച്ചൊതുക്കുന്ന, ആ സമരത്തിന് വരുന്ന ബസ്സുകൾ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇണ്ടാസിറക്കുന്ന പിണറായി വിജയന്റെ പോലീസ് മലപ്പുറത്തെ SP വെള്ളാപ്പള്ളി നടേശനെതിരെ ലഭിച്ചിട്ടുള്ള 1/2 ഡസൻ പരാതികളിൽ അടയിരിക്കുകയാണ്. ഈ പോലീസ് ഇനാക്ഷനുകളിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹാഷ്മി പറഞ്ഞതിലേക്ക് ഞാൻ വരാം. കേരളത്തിൽ BDJs ഉണ്ടാക്കാൻ ആ തരത്തിലുള്ള പ്രോത്സാഹനം നൽകിയത് ആരാണ്? കേരളത്തിൽ ഈഴവ സമൂഹവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുമായി ഐക്യത്തോടുകൂടി സംവരണീയ സമുദായങ്ങൾ എന്ന നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കുന്നത് ആരാണ്? വളരെ ബോധപൂർവം സംഘപരിവാറിന്റെ ഇത്തരം അജണ്ടകൾക്ക് നേതൃത്വം നൽകുന്ന വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മങ്ങളെ, ദർശനങ്ങളെ ഈ തരത്തിൽ വളരെ പച്ചയായി ഈ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഈ തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകാൻ എന്തിനാണ് മിസ്റ്റർ അസീസ് നിങ്ങൾ അവിടെ പോയത്? ആരുടെ തിട്ടൂരത്തിനാണ്? അശ്മിയുടെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഈ വർഗീയ കളികൾക്ക് നിങ്ങൾ നേതൃത്വം നൽകിയെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുവാൻ INL തിട്ടൂരം നൽകിയത് ആരാണ്? മലപ്പുറത്തെ ജനങ്ങളെ ഒറ്റുന്ന, ഈ നാട്ടിലെ ജനങ്ങളെ വംശീയമായി അധിക്ഷേപിച്ച പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയാൻ നിങ്ങൾ ആരാണ് ചുമതലപ്പെടുത്തിയത്? അതെ അതെ അതെ, ശരി ശരി, ഞാൻ മലപ്പുറത്ത് മറ്റൊരു പ്രവർത്തനവും നമ്മൾ കാണുന്നില്ല. ഈ തരത്തിലുള്ള വംശീയവും വർഗീയവുമായ പ്രചാരണങ്ങൾക്ക്, തിട്ടൂരങ്ങൾക്ക് നേതൃത്വം നൽകാനും അവരെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു ബാലായി, പിണറായി വിജയന്റെ ബാലായി മുസ്ലിം സംഘടനകളെ മാറ്റുന്ന, INL മാറ്റുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ മുന്നോട്ട് പോവുകയും നവോത്ഥാന നടപടികളും ഉണ്ടാവാതിരിക്കും. നവോത്ഥാന സമിതിയുടെ ഒരു അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.